അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1434, സൂറത്ത് ഇബ്രാഹിം 48 മുതൽ 52 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يوم تبدل الأرض غير الأرض. ഈ ഭൂമിയെ ഈ ഭൂമി അല്ലാതെ പകരമാക്കപ്പെടുന്ന ദിനം, അന്ന് അല്ലാഹു തആല ശിക്ഷാ നടപടി സ്വീകരിക്കും. വസ്സമാവാത്തു, ആകാശങ്ങളെയും മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ദിനം. വബറസൂലില്ലാഹി, അവരെല്ലാവരും അല്ലാഹുവിലേക്ക് പുറപ്പെട്ടു വരും. അൽ വാഹിദി, ഏകനായ അൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന നാഥനിലേക്ക് അവർ പുറപ്പെട്ടു വരും വിചാരണയ്ക്ക് വേണ്ടി. വതറൽ മുജ്രിമീന യൗമഇദിൻ, അന്നേ ദിനം അക്രമികളെ തങ്ങൾക്ക് കാണാം. മുഖറനീന ഫിൽ അസ്ഫാദി, ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. സറാബീലുഹും മിൻ ഖത്റാനിൻ, അവരുടെ കുപ്പായം കീല് കൊണ്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ടാറ് കൊണ്ടുള്ളതായിരിക്കും. തഗശാ വുജൂഹഹും മുന്നാർ, അവരുടെ മുഖങ്ങളെ തീ അഗ്നി പൊതിയുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം അല്ലാഹു തആല വെച്ചത്? ലിയജ്സി അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്, ഓരോ ശരീരത്തിനും അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം അല്ലാഹു തആല നൽകാൻ വേണ്ടിയാണ്. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു തആല പെട്ടെന്ന് തന്നെ വിചാരണ നടത്തുന്നവനാകുന്നു. ഹാദാ, ഇപ്പറഞ്ഞതെല്ലാം ബലാഗുൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ളൊരു സന്ദേശമാണ് അല്ലാഹുവിൽ നിന്ന്. എന്തിനാണ് അല്ലാഹു തആല ഈ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചത്? വലിയുൻദറൂ ബിഹി, ഇതുകൊണ്ട് അവർ ഭയപ്പെടുത്തപ്പെടാനും താക്കീത് നൽകപ്പെടാനും, വലിയഅലമു, അവരറിയാനും, അന്നമാ ഹുവ ഇലാഹും വാഹിദ്, നിശ്ചയം അല്ലാഹു ഏകനായ ആരാധ്യൻ അവൻ മാത്രമാണ് എന്നറിയാനും, വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾ പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയാണ് അല്ലാഹു തആല ഈ സന്ദേശങ്ങളെല്ലാം കൈമാറിയിട്ടുള്ളത്. ഇതോടെ ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ കുറെ ആയത്തുകളിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റേതായിട്ടുള്ള സാഹചര്യങ്ങളും, അതുപോലെ മുൻകാല സമുദായങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ശിക്ഷകളുടെ അവസ്ഥകളും, പരലോകത്ത് ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സംഗതികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഹൃദയസ്പർക്കായ കുറെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും, അതേപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച നടത്തിയ ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല ഈ സന്ദേശം എന്തിനാണ് എന്ന് പറയുകയാണ്. ഇത് ജനങ്ങൾക്കൊരു ഉത്ബോധനവും, അതേപോലെ തന്നെ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സന്ദേശം കൈമാറലും, പാഠം ഉൾക്കൊള്ളാനും നന്നാവാനുമുള്ളൊരു വേദിയൊരുക്കലുമൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ ഇന്നല്ലാഹ അസീസുൻ മുൻതിഖാം എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും അതേപോലെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനുമാണ്. അപ്പൊ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന സമയം വിശദീകരിച്ചതാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി, ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റപ്പെടുന്ന ദിവസത്തിൽ, അന്നാണ് അല്ലാഹു തആല ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്നർത്ഥം. ഇവിടെ ഭൂമിയെ മറ്റൊരു ഭൂമിയാക്കി മാറ്റപ്പെടും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്?
അതിശക്തമായിട്ടുള്ള അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ ലോകത്ത് നടക്കുമെന്നാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും അതിന്റെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധൂളിയായി പാർന്നു പോകുന്ന, പർവ്വതങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന, കല്ലുകളൊക്കെ പൊടിപൊടിയായി പോകുന്ന, ആകാശങ്ങൾ അതിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്ന, അത് അപ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒന്നും ഇനി ഒരു ഉയരവും താഴ്ചയൊന്നും ഇല്ലാത്ത വിധം സമനിരപ്പായ ഒരു പ്രദേശമായിട്ട് ഇതൊക്കെ ഒന്നിച്ചു മാറ്റപ്പെടുന്ന, മനസ്സിലായില്ലേ, ഒന്നിച്ച് ഇടിച്ച് നിരത്തപ്പെടുന്ന ഒരു സാഹചര്യം. അതാണ് ഈ ഭൂമിയെ ഭൂമിയല്ലാതാക്കി മാറ്റുക എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം. വേറെ ഈ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ ഭൂമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റങ്ങൾ വരുത്തും. ഇപ്പൊ കുറെ കുന്നും മലയും കാടും മേടും എല്ലാം നിറഞ്ഞിട്ടുള്ളതല്ലേ, അതെല്ലാം തകർന്നു പോകും. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മാറ്റും. അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് എന്നർത്ഥം. അതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്, നിങ്ങൾ വിചാരിക്കണ പോലെ ഇങ്ങനെ സ്മൂത്തായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം മാത്രമല്ല, ഈ ലോകമാകെ ഡിസോർഡർ ആകാൻ പോകുന്ന ഒരു ഘട്ടം വരാനുണ്ട്. അത്തരമൊരു ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതിനുശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുപോയ എല്ലാ സംഗതികളും അവന്റെ പരിഗണനയ്ക്ക് വരിക. ഓരോന്നിനും അർഹമായിട്ടുള്ള രക്ഷയോ ശിക്ഷയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുക. അതുകൊണ്ട് ആ ദിനത്തിനു വേണ്ടിയുള്ള ഒരുക്കം നടത്തുകയും അന്ന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക. അതിലേക്കുള്ള ഉത്ബോധനം എന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ജനങ്ങളോട് അറിയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നത്. നോക്കൂ, ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുവോ ആ കാട്ടിക്കൂട്ടുന്നതെല്ലാം അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് എല്ലാവർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകും. അതാണ് തുടർന്ന് അല്ലാഹു പറഞ്ഞത്, ഈ ലോകത്തെ ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുക എന്ന യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി, ഈ ഭൂമി അല്ലാതാക്കി മറ്റൊന്നാക്കി മാറ്റപ്പെടുന്ന ദിവസം, ആകാശങ്ങളും അതേപോലെ മാറ്റപ്പെടുന്ന ദിവസം അന്ന് അല്ലാഹു തആല ശിക്ഷാ നടപടി സ്വീകരിക്കും. അല്ലെങ്കിൽ ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം, പ്രത്യേകം സ്മരിക്കണം എന്നാകാം. ബറസൂലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും എല്ലാം അടക്കി ഭരിക്കുകയും ഏകനായിട്ടുള്ളവനുമായ അല്ലാഹുവിലേക്ക് പുറപ്പെട്ടു വരും. എന്തിനെ പുറപ്പെട്ടു വരുന്നത്? ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം അവരുടെ പ്രവർത്തനത്തിന് ലഭിക്കാൻ. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, മുഹാസബത്തിഹി മുജാസാത്തിഹി, അല്ലാഹു തആല വിചാരണ നടത്താനും അങ്ങനെ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകാനുമാണ് അല്ലാഹുവിലേക്ക് വരുന്നത് ഓരോരുത്തരും. ഇവിടെ അല്ലാഹുവിന്റെ രണ്ടു വിശേഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹു വാഹിദാണ്, ഖഹാറാണ് എന്ന്, അല്ലെ? വാഹിദ്, അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ സത്ത, അവന്റെ സ്വഭാവം, അതേപോലെ തന്നെ അവന്റെ പ്രവർത്തനം, ഇതിലൊന്നും ഒരു പങ്കാളിയും ഏതെങ്കിലും ഒരർത്ഥത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു പങ്കാളിത്തമുള്ള മറ്റൊരു ശക്തിയില്ല. അള്ളാഹുവിന്റേതെല്ലാം അള്ളാഹുവിന്റേത് മാത്രമാണ്. അതിന് സമാനമായ മറ്റൊരു ശക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന് താരതമ്യമോ ഇല്ല. അങ്ങനത്തെ അള്ളാഹുവാണ്, അവന്റെ മുന്നിലേക്കാണ് വിചാരണക്ക് നിങ്ങൾക്ക് വരേണ്ടത്. അതോടൊപ്പം തന്നെ അവൻ ഖഹാറാണ്, അതായത് അവൻ വിചാരിച്ച ഏതു സംഗതികളും നടപ്പാക്കാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിന് ശേഷിയുണ്ട്, അള്ളാഹുവിന് കഴിവുണ്ട്. അവനെ പരാജയപ്പെടുത്താനോ അവനെ എതിർത്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ അള്ളുവെക്കാനോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കും സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള പ്രതാപിയായിട്ടുള്ള, ആരും ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാത്ത ഏകനായ അള്ളാഹുവിലേക്ക്, അവന്റെ പരിഗണനയ്ക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വരുന്നതിന് നിങ്ങളതാ പുറപ്പെട്ടു വരികയാണ്. അപ്പൊ അന്നത്തെ ദിവസം അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാനിവിടെ രാജാവാണെന്നോ, ഞാനിവിടെ പ്രാധാന്യമുള്ളയാളാണെന്നോ, എനിക്കെന്തെങ്കിലും സ്വാധീനങ്ങളുണ്ടെന്നോ, എന്തെങ്കിലും ഒരർത്ഥത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാൻ അന്നത്തെ ദിനം ഒരു മനുഷ്യനുണ്ടാവൂല. ഖുർആൻ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊരു സ്ഥലത്ത്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നിന്റെ അധികാരമെന്ന് അല്ലാഹു ചോദിക്കും. ഭൂമിയിൽ ജീവിച്ചപ്പോ ഞാനാണ് പടച്ചോന്ന് വാദിച്ച ഫറോവ ഉൾപ്പെടെ
എന്റെ അർഹത കൊണ്ടും എന്റെ ബുദ്ധി കൊണ്ടും എനിക്ക് വലിയ സമ്പത്ത് ലഭിച്ചത് അത് എന്റെ പവറാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ഭൂമി മുഴുവനും എന്റെ കൈപ്പിടിയിലാണ് എന്ന് അഹങ്കരിച്ച ഖാറൂൻ മുതലാളി ഉൾപ്പെടെ അല്ലാഹു തആല പ്രവാചകന്മാർ മുഖേന പരലോകത്ത് സ്വർഗം നൽകുമെന്ന് പറഞ്ഞപ്പോ പരലോകത്ത് കടായിട്ട് തരാന്നല്ലേ പറയണത്, ഞാനിവിടെ റൊക്കായിട്ട് സ്വർഗം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വർഗം പണിത് ശദ്ദാദ് ഇബ്നു ആദ് ഉൾപ്പെടെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും മൂർത്തിമൽഭാവമായി മാറിയിരുന്ന ആളുകൾ അവരടക്കമുള്ള സകലമാന ധിക്കാരികളെയും കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് റബ്ബിന്റെ ചോദ്യം, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നിന്റെ അധികാരമെന്ന്? ഇന്ന് രാജാവാണെന്ന് പറയാൻ ആളുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് സ്വാധീനമുണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒരാളും ഒരക്ഷരവും പ്രതികരിക്കില്ല. പടച്ചോദിന്റെ മറുപടി തന്നെ വരും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അള്ളാഹുവിന് തന്നെയാകുന്നു ഇന്നിന്റെ അധികാരം. ഇന്ന് ഈ അധികാരത്തെ ചോദ്യം ചെയ്യാനോ, ഈ അധികാരത്തെ വെല്ലുവിളിക്കാനോ, ഈ അധികാരത്തിൽ കൈയിട്ട് വാരാനോ, ഈ അധികാരത്തിന്റെ സ്വാധീനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തകർത്തു കളയാനോ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഭയാനകത നിറഞ്ഞിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് എല്ലാവരും അതാ പുറപ്പെട്ടു വരുന്നു. മഹാനായ ഇമാം ബൈളാവി തങ്ങൾ പറഞ്ഞതുപോലെ മുഹാസബത്തിഹിയോ മുജാസാത്തിഹി, അള്ളാഹു വിചാരണ ചെയ്യാനും അതേപോലെ അവർക്ക് പ്രതിഫലം നൽകാനും വേണ്ടിയാണ് ആ പുറപ്പെട്ടു വരുന്നത്. അങ്ങനെ പുറപ്പെട്ടു വരുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഗണനക്ക് കാര്യങ്ങളെല്ലാം കൊണ്ടുവരപ്പെടുന്ന നിർണായകമായ സന്ദർഭം, ആ സന്ദർഭം വരുമ്പോ തറൽ മുജ്രിമീൻ, അക്രമികളായ ആളുകളെ തങ്ങൾക്ക് കാണാം. യൗമഇദിൻ, അന്നത്തെ ദിവസം, മുഖർറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. ഒന്നിലധികം ആളുകളെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വിവിധ കുറ്റവാളികളെ രണ്ടുപേരെ കയ്യാമം വെച്ച് ഒരേ ആമത്തിൽ കയ്യാമം വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന അവസ്ഥ കാണുന്നില്ലേ? ഇതുപോലെ ഒരാളെ മറ്റൊരാളുമായി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടുകൊണ്ട് ചങ്ങലകളിൽ ഘടിപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണാം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നത് വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്നുകിൽ ഓരോ മനുഷ്യനെയും വഴിതെറ്റിക്കാൻ പിശാച് കൂടെ ഉണ്ടായിരുന്നല്ലോ, അല്ലെ? കരീൻ എന്ന പേരിൽ ഒരു പിശാച് നമ്മളെ കൂടെ ഉണ്ടല്ലോ. ആ കരീൻ എന്ത് ചെയ്യുന്നു? എല്ലാ വേണ്ടാത്തരങ്ങൾക്കും ഇവനോട് പ്രചോദനം കൊടുക്കുന്നു, ഇവനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ പിശാചിനവന്റെ കൂടെ തന്നെ ചങ്ങലകളിൽ തളക്കുമെന്നാകാം. അല്ലെങ്കിൽ ഒരേ തൂവൽ പക്ഷികൾ, ഒരേ വിശ്വാസം, തെറ്റായ വിശ്വാസമുള്ള ആളുകളെ ആ തെറ്റായ അതേ നിലപാടിലുള്ള വിശ്വാസക്കാരോടൊപ്പം എന്താവും? ചങ്ങലകളിൽ ബന്ധിപ്പിക്കും. അതെങ്ങനെയാണെന്നുള്ള ചർച്ചയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന സാവി അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അവരുടെ കൈകളും കാലുകളും ഒക്കെ പെരടിയിലേക്ക് ചങ്ങലകളിൽ കെട്ടി ബന്ധിപ്പിക്കപ്പെടുകയും ദുനിയാവിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന പിശാച്, ആ പിശാചിന്റെ കൂടെ അവരെയും എന്ത് ചെയ്യും? കെട്ടിബന്ധിപ്പിച്ച് നിർത്തും എന്നതാണ്. ഇനി മറ്റൊരു ഒരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, വിശ്വാസത്തിലും അതേപോലെ കർമ്മത്തിലും ഇവരുടെ അതേപോലത്തെ തോന്നിയാസവും തിന്മയും ഒക്കെ കൊണ്ട് നടന്നിരുന്ന മറ്റാളുകൾ ഭൂമിയിലുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകളെ കൂട്ടിക്കെട്ടുമെന്നുമാവാം. എന്തായാലും ശരി, സ്വതന്ത്രമായി നടക്കാൻ സമ്മതിക്കാതെ ചങ്ങലകളിൽ അതേപോലത്തെ കുറ്റങ്ങളുള്ള ആളുകളെയും കൂട്ടി ബന്ധിപ്പിച്ചുകൊണ്ട് നിർത്തപ്പെടുന്ന ദിവസം, അതാണ് അക്രമികൾക്ക് അന്നുണ്ടാവുക. അതാവ തറൽ മുജ്രിമീന, അക്രമികളെ തങ്ങൾക്ക് കാണാം. യൗമഇദിൻ, അന്നത്തെ ദിവസം, മുഖർറനീന ഫിൽ അസ്ഫാദി, ചങ്ങലകളിൽ അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. സറാബീലുഹും മിൻ ഖത്റാനിൻ, അവരുടെ കുപ്പായങ്ങൾ അത് ടാറ് കൊണ്ടുള്ളതാണ്, കീലുകൊണ്ടുള്ളതാണ്. അവർക്കന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിക്കുന്ന കുപ്പായങ്ങൾ ടാറിന്റെ കുപ്പായം. ടാറ് കത്തിയാൽ എന്താ ഉണ്ടാവുക? വല്ലാത്ത ശക്തിയിൽ കത്തും, അല്ലെ? അപ്പൊ അങ്ങനത്തെ ടാറുകൊണ്ടൊരു കുപ്പായം ഉണ്ടായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് കത്തിക്കുകയും കൂടെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? വല്ലാത്ത ശിക്ഷയുടെ കാഠിന്യം രേഖപ്പെടുത്തുന്ന വാക്കാണ്. അല്ലാഹു തആല നമ്മളെ അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തയൊക്കെ ജീവിക്കുന്ന കാലത്ത് നമുക്ക് വേണമെന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പരലോകത്തെത്തിയിട്ട് കുമ്പസരിച്ചിട്ട് കാര്യമല്ല. എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇനി നന്നായേനെന്ന് അവിടെ വെച്ചിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ മാറ്റത്തിന് നമ്മൾ തയ്യാറാവണം.
തെറ്റുകുറ്റങ്ങളും തിന്മകളും കൊണ്ട് അങ്ങേയറ്റം മലീമസമായ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ജീവിതം താൽക്കാലികമാണെന്നും ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലത്തിനായി അള്ളാഹു മറ്റൊരു ലോകം സംവിധാനിച്ചിട്ടുണ്ടെന്നും ആ ലോകത്ത് വരുന്ന സമയത്ത് ഞാൻ കുടുങ്ങാതിരിക്കാൻ ആവശ്യമായ ശ്രദ്ധയും കെയറും എനിക്ക് വേണമെന്നും നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ചിന്തിച്ചും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മുഴുകിയും തന്നെ ജീവിക്കണം. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിരാക്ഷസൻ എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ ആരാണ്? അവൻ അവന്റെ ശരീരത്തെ വിചാരണക്ക് വിധേയമാക്കുകയും എന്നിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതം സുഖകരമാക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്തവനാണ്. നിരന്തരം നമ്മൾ തന്നെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്തത്? ആ ചെയ്തതിൽ തിന്മകൾ വന്നാൽ, തെറ്റുകൾ വന്നാൽ എന്തിനാ തിന്മ ചെയ്തു, മേലിലത് ആവർത്തിക്കരുത് എന്ന് സ്വന്തത്തെ തന്നെ താക്കീത് ചെയ്യുന്ന സംവിധാനം, ആത്മവിമർശനത്തിന്റെ വല്ലാത്തൊരു ശൈലി നമ്മുടെ ജീവിതത്തിൽ തന്നെ നിരന്തരം കൊണ്ടു നടക്കണം. അപ്പോഴാണ് മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സറാബീലുഹും, ആ അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ധരിപ്പിക്കപ്പെടുന്ന കുപ്പായം മിൻ ഖത്റാനിൻ, കീലുകൊണ്ടുള്ള കുപ്പായമാണ്, അല്ലെങ്കിൽ ടാറ് കൊണ്ടുള്ള കുപ്പായമാണ്. തഗശാ വുജൂഹഹും മുന്നാറു, തീ അവരുടെ മുഖങ്ങളെ പൊതിയുന്നതാണ്. ടാറ് കൊണ്ടുള്ള കുപ്പായം കത്തിച്ചാൽ അത് വല്ലാത്ത ശിക്ഷയാവും. എന്നാൽ കുപ്പായം മുഖത്തുണ്ടാവില്ലല്ലോ. ആ മുഖത്ത് പ്രത്യേകം തീ കൊണ്ട് പൊതിയുന്ന വെച്ചാൽ അവിടെയൊക്കെ കത്തിപ്പോകുന്ന സാഹചര്യം അല്ലാഹു തആല അവർക്ക് നൽകുന്നുണ്ട്. ആ അവസ്ഥയിൽ അവരെ അവിടെ തന്നെ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ശിക്ഷയുടെ വല്ലാത്തൊരു ശൈലി നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, എന്തിനാണിങ്ങനെ ആളുകളെല്ലാം അടച്ചതമ്പുരാന്റെ കോടതിയിലേക്ക് എല്ലാവരും പുറപ്പെട്ടു വരുന്നത്? എന്തിനാണ്? ലിയജ്സിയല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്ത്, ഓരോ ശരീരവും അവർ പ്രവർത്തിച്ചതുള്ള പ്രതിഫലം അവർക്ക് അല്ലാഹു നൽകാൻ വേണ്ടി. ഓരോരുത്തരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇൻ ഖൈറൻ ഫഖൈറുൻ വഇൻ ശർറൻ ഫശർറുൻ, നല്ലതാണ് പ്രവർത്തിച്ചതെങ്കിൽ അതിനുള്ള പ്രതിഫലം, ചീത്തയാണ് പ്രവർത്തിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ. ഇത് രണ്ടും അല്ലാഹു തആല അവിടെ കൃത്യമായി ശരിയായ അളവിൽ നൽകും. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന സമയം അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം നൽകണം. അതിനാവശ്യമായ പ്രത്യേക ശ്രദ്ധയും അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഭൂമിയിൽ ജീവിക്കണ കാലത്ത് ഇങ്ങനൊരു വിചാരണ വരാനുണ്ടെന്ന ഓർമ്മയോടെ നമ്മൾ ജീവിക്കണം. എല്ലാ തിന്മകളുടെയും ഒരു കൂത്തരങ്ങായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ മുന്നിൽ കൂടിക്കൂടി വരികയാണ്. ഒരാൾ ഒറ്റയ്ക്ക് വീട്ടിന്റെ ഉള്ളിൽ സ്വകാര്യമായി ഇരിക്കുന്ന നേരത്ത് പോലും തെറ്റുകളുടെ വല്ലാത്തൊരു ലോകത്തേക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ അതൊരുക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ഓർമ്മ നമ്മളെ നയിക്കണം. അങ്ങനെ തിന്മയിൽ നിന്നും മാറാൻ, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം ക്രമീകരിക്കാൻ ആവശ്യമായ മുൻകരുതൽ നമ്മൾ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ കണക്ക് ചോദ്യം നടത്തുന്നവനാണ്. ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകളുടെ മുഴുവനും വിചാരണ തീർക്കാൻ അല്ലാഹുവിന് സാധിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിലും എന്തൊക്കെയാണ് നടന്നതെന്ന് കൃത്യമായിട്ട് റബ്ബിന് അറിയാം. അതുകൊണ്ട് പരിശോധിച്ച് കഷ്ടപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. ഓരോരുത്തർക്കും അർഹമായത് കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കപ്പെടും. അത് തീരുമാനിക്കപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ, പരലോകത്ത് ഇസ്ലാം പറയുന്നുണ്ട്, വല്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ നടക്കും. അലാ ഖദ് സഅദ ഫുലാനുൻ സഅദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ. ചിലരുടെ പേര് പറഞ്ഞുകൊണ്ട് പരലോകത്ത് വിളംബരം വരികയാണ്. അറിയണേ ജനങ്ങളെ, സഅദ ഫുലാനുൻ, ഇന്നയാൾ വിജയിച്ചിരിക്കുന്നു. സഅദതൻ ലാ യഷ്ഖാ ബഅദഹാ അബദാ, ഒരിക്കലും ഇനി പരാജയം അനുഭവിക്കേണ്ടതില്ലാത്ത വിജയം, പെർമനന്റായ വിജയം വിജയിച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ അതേ സമയത്ത് വേറെ ചിലരുടെ സംബന്ധിച്ച് പേര് പറഞ്ഞ അനൗൺസ് വരുന്നത് എന്താണ്? അലാ ഖദ് ശഖിയ ഫുലാനുൻ ശഖാവതൻ ലാ യസ്അദു ബഅദഹാ അബദാ. ഇനി ഒരിക്കലും വിജയത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയില്ലാത്ത വിധം നിത്യമായ പരാജയത്തിലേക്ക് അതാ ഇന്നയാൾ എത്തിയിരിക്കുന്നുവെന്ന പ്രഖ്യാപനം വരും. അപ്പൊ ആ പ്രഖ്യാപനം വരുന്ന ദിവസം വിജയിച്ചു എന്ന് പറയപ്പെടുന്ന കൂട്ടത്തിൽ പെടാനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്.
അതിനാണ് അധ്വാനിക്കേണ്ടത്. ഭൂമിയിലെ വിജയവും പരാജയവും താൽക്കാലികമാണ്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിന്റെ സുഖം കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ്, ദുഃഖവും കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ പരലോകത്തെ ദുഃഖമായാലും സുഖമായാലും അതെല്ലാം ശാശ്വതമാണ്, സ്ഥായീഭാവമുള്ളതാണ്. അതുകൊണ്ട് അവിടെ വിജയിക്കാൻ വേണ്ട ശ്രദ്ധയും ശ്രമവും ഉണ്ടാകണം ജീവിതത്തിൽ. ഇതാണ് അല്ലാഹു തആല ഇതിലൂടെ നമ്മളോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഹാദാ ബലാഗുൽ ലിന്നാസ്, ഈ ഖുർആൻ ജനങ്ങൾക്കുള്ള ഒരു ഉത്ബോധനമാണ്, ഒരു സന്ദേശമാണ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം ഈ ഗ്രന്ഥത്തിലൂടെ അല്ലാഹു നൽകിയിട്ടുണ്ട്. വലിയുൻദറൂ ബിഹി, ഖുർആൻ മുഖേന അവർ താക്കീത് നൽകപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു ഇത് അവതരിപ്പിച്ചത്. അഥവാ ഇതിന്റെ ഉത്ബോധനം കേൾക്കുമ്പോൾ, പരലോകത്ത് വരാനുള്ള സംഭവങ്ങൾ ഓരോന്നും മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്തു നിലപാടെടുക്കണം എന്നതിലേക്ക് ഓരോ മനുഷ്യന്റെയും ചിന്ത കൊണ്ടുപോകാൻ പ്രത്യേകമായി സഹായകമാവുന്ന സംഗതികളാണ്, സന്ദേശങ്ങളാണ് ഖുർആൻ നൽകുന്നത്. വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്, നിശ്ചയം അല്ലാഹു തആല ഏകനായ ആരാധ്യനായ അല്ലാഹു മാത്രമാണ് ഏകനായ ആരാധ്യൻ എന്നവർ മനസ്സിലാക്കാനും വേണ്ടിയാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ തെളിവുകൾ അല്ലാഹു തആല ധാരാളം നൽകിയിട്ടുണ്ട്. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാർ പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. അഥവാ ഓരോ കാര്യങ്ങളെയും കൃത്യമായി വിശകലനം നടത്തുമ്പോൾ എന്റെ പോക്ക് ഇതുപോലെ ആയാൽ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യന് ചിന്തിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും സുതാര്യമായിരിക്കണം. പരലോകത്ത് കുടുങ്ങുന്ന, പരലോകത്ത് പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സംഗതിയിലേക്കും പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. വിജയം സുനിശ്ചിതമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.